നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കൊലക്കുറ്റം, പക്ഷെ അതിനൊരു കുഴപ്പമുണ്ട് ബോസേ. ഒരു കൊല ചെയ്താലും 2 കൊല ചെയ്താലും കിട്ടാൻ പോകുന്ന ശിക്ഷയ്ക്ക് വലിയ ഏറ്റക്കുറച്ചിലൊന്നും ഉണ്ടാവില്ല. ഞാനിപ്പൊ തന്നെ പറയാൻ പോവാ. കാർത്തിക, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഇപ്പൊ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത് അപകടവാ. ആദ്യം ഈ കല്യാണം നടക്കട്ടെ. ഇത്ര ആളെയും വിളിച്ചുകൂട്ടി കല്യാണം നടക്കാതിരുന്ന വലിയൊരു ദുരന്തവാ ഇവിടെ പിന്നെ ഉണ്ടാവുക. കല്യാണം കഴിഞ്ഞെന്ന് വെച്ച് ഹർഷനെ ഉപേക്ഷിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. വിഷ്ണു ശാലിനിയെ സ്വപ്നം കണ്ടുകൊണ്ട് ജീവിതകാലം മുഴുവൻ നിത്യ ബ്രഹ്മചാരിയായി ഇരിക്കത്തേ ഉള്ളൂ. നിനക്ക് നിന്റെ വഴി നോക്കാം. ഹർഷനെ കാണാനും നിങ്ങൾക്ക് സ്നേഹിക്കാനും ഞാൻ അവസരം ഉണ്ടാക്കി തരാം. നീ എന്റെ കൂടെ നിന്ന് തന്നാ മതി. മനസ്സിലായില്ല? കല്യാണം കഴിഞ്ഞാലും ഹർഷനുമായിട്ടുള്ള ഇഷ്ടം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഈ ഞാൻ അവസരം ഉണ്ടാക്കി തരാന്ന്. നീ ഇത്രക്ക് ചീപ്പായിരുന്നോടി. നീ എന്നെ അടിച്ചു അല്ലേ? നിന്നെ അടിക്കല്ല വേണ്ടത്, കൊല്ലടി വേണ്ടത്. നിന്നെ പോലുള്ളവളൊക്കെ ജീവിച്ചിരിക്കുന്നത് സ്ത്രീ വർഗത്തിന് തന്നെ മാനക്കേടാ. നിന്നെ ഇനി ഇവിടെ നിർത്താൻ പറ്റില്ല. നിന്നെ കുറിച്ചുള്ള സകല വിവരങ്ങളും ഇപ്പൊ തന്നെ ഞാൻ സത്യമേ അറിയിക്കും. കാർത്തികേ, നിന്നോട് പോകരുതെന്ന് ഞാൻ പറയുന്നത്. ഞാൻ പോവും. പോക മാത്രമല്ല, പറയുകയും ചെയ്യും. നീ ഇനി ഇവിടെ വേണ്ടടി. ഞാൻ വേണ്ടാന്ന് വെക്കുമ്പോ ഇവള് കിടന്നങ്ങ് മൂക്കുവാ. അപ്പൊ പിന്നെ ഇടവീര്യം കയറുകൊണ്ട് തന്നെ മൂക്ക് കയറ്. അല്ല പിന്നെ ഇത് നീ എന്നെ കൊണ്ട് ചെയ്യിച്ചതാ, ചോദിച്ചു വാങ്ങിയതാ. മേഡം, എന്താ മേഡം? ഈ മേക്കപ്പ് റൂം ഒന്ന് ക്ലീൻ ആക്കണം. ഒരു ചവറ് അതിനെ എവിടെയെങ്കിലും കൊണ്ട് തള്ളണം. ഒരു ചാക്കും കൊണ്ടിങ്ങ് പോരെ. ശരി മേഡം. വിനാശകാലെ വിപരീത ബുദ്ധി. പറഞ്ഞു നോക്കി. കേൾക്കില്ലെന്ന് വന്നാ പിന്നെ എന്താ ചെയ്യാ? എന്താടാ, നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? എന്നെ ഒന്ന് അടിക്കണോ തോന്നുന്നുണ്ടോ? എന്നാ അടിയടാ, അടിക്കാൻ. ചെയ്യാത്ത കുറ്റമാ ഇപ്പൊ നിങ്ങളെല്ലാരും കൂടി ചാർത്തി തന്നിരിക്കുന്നേ. കൊലക്കുറ്റം, പക്ഷെ അതിനൊരു കുഴപ്പമുണ്ട് ബോസേ. ഒരു കൊല ചെയ്താലും 2 കൊല ചെയ്താലും കിട്ടാൻ പോകുന്ന ശിക്ഷയ്ക്ക് വലിയ ഏറ്റക്കുറച്ചിലൊന്നും ഉണ്ടാവില്ല. പക്ഷെ തനിക്കുണ്ടാവുന്ന നഷ്ടം, അതിലുള്ള ആഴം അതല്പം കൂടുതലായിരിക്കും. ചിന്തിക്കാൻ പറ്റാത്ത. എന്താടാ, നീ എന്നെ കൊലത്തു? വേണ്ടി വന്ന എന്നെ കൊണ്ടത് ചെയ്യിക്കരുത് ബോസേ. നീ എന്താടാ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? എടാ, എന്റെ കോട്ടയിൽ എന്റെ ഭിക്ഷയാണ് ഇനി നിന്റെ ജീവിതം. അതൊന്നും മുഴിപ്പിക്കാൻ
സർവേഷനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നതിന് പകരം അധികാരം കയ്യിലുള്ളവനോട് നീ മുട്ടാൻ വരുന്നോടാ. മിസ്റ്റർ ACP, യെസ് മാഡം. ഒരു കൊലക്കുറ്റം നിങ്ങൾ ആരോപിച്ചിട്ടേ ഉള്ളൂ. അത് ചെയ്തു എന്ന് പറയേണ്ടത് കോടതിയാ. അതുവരെ മാന്യമായി പെരുമാറണം. യവന്റെ വായന വികട സരസ്വതി കൊണ്ട് ഇവൻ കോടതി വരെ എത്തുമെന്ന് മേഡത്തിന് തോന്നുന്നുണ്ടോ? കാക്കിയിട്ട് പോയാലേ പാറാവുകാരനായാലും ഡ്രൈവറായാലും പോലീസുകാരൻ തന്നെ. അവനവന്റെ ഗുണം കാണിക്കുകയും ചെയ്യും. അപ്പൊ പിന്നെ അസിസ്റ്റന്റ് കമ്മീഷണർ കൂടിയായി എന്റെ മുമ്പിൽ ഇവൻ ഷോ ഇറക്കിയാൽ ഇവന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് മേഡം ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. എടുത്ത് കുടഞ്ഞാൽ ഭിത്തിയെ തേക്കും ഇവനെ. വിഷ്ണുവേട്ട, ഇതൊരു പ്ലാൻ മർഡർ കേസാ. ഇതിൽ വിഷ്ണുവേട്ടൻ പെടണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു കോക്കസ് തന്നെ നമുക്ക് ചുറ്റുമുണ്ട്. ശത്രുക്കളായെല്ലാം വിഷ്ണുവേട്ടന്റെ മനസ്സ് തകർത്ത് വിഷ്ണുവേട്ടനെ കൊണ്ട് തന്നെ വിഷ്ണുവേട്ടനെതിരെ കരുക്കൾ നീക്കാൻ അവര് വിരിച്ചിരിക്കുന്ന കെണിയില ഞാനും വിഷ്ണുവേട്ടനും ഇപ്പൊ നിൽക്കുന്നത്. സൂക്ഷിച്ച് പെരുമാറിയില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. വിഷ്ണുട്ടാ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? ആത്മനിയന്ത്രണം വന്ന് ആത്മാവിനെ അകറ്റി നിർത്തണമെന്നല്ലേ പറയുന്നത്? ഇവിടെ ഇപ്പൊ ഈ ഒഴുക്കിനിപ്പോ നീന്തിയേ പറ്റൂ, അല്ലാതെ വേറെ രക്ഷയില്ല. കഴുത്തിലണിയുന്നതിന് മുമ്പേ കയ്യിൽ വിലങ്ങു വെച്ചു. ഇത് അഴിച്ചു വരുന്ന നിമിഷം ഇത് ഞാൻ തന്റെ കഴുത്തി കിട്ടും. അതുവരെ ഇത് ഭഗവാൻ കൃഷ്ണന്റെ മുമ്പിൽ സമർപ്പിച്ചോ. ശത്രുക്കളെ ജയിച്ച് മുന്നേറാൻ ഭഗവാൻ നല്ലൊരു തേരാളിയാ. അപ്പൊ പോവാൻ സാറേ, നമുക്ക് നോക്കി നിൽക്കാതെ പിടിച്ച് കയറ്റടോ അവനെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.